ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിന്ന് റെഡി ആയാലോ? ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ കുറച്ച് നേരം ബ്യൂട്ടി ചെക്കൊക്കെ ആയിരുന്നു. ബ്യൂട്ടി ചെക്ക് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ വിചാരിച്ചു. എന്തൊക്കെ പെയിൻ്റ് ആയി കിടക്കുന്നു തോന്നുന്നു. പിന്നെ ഞാൻ അപ്രതീക്ഷിതമായി പോയിട്ടുണ്ടായിരുന്നു, ഡിസപ്പിയർഡായി. അതിനുശേഷം നമ്മൾ NYB ഐലൈനറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമ്മൾ ഐലൈനറിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നല്ല സ്മൂത്തായിട്ട് വരയ്ക്കാൻ എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്യാമറ ഒക്കെ വരയ്ക്കുന്നത് എനിക്ക് അങ്ങനെ ഐലൈനർ വരയ്ക്കാൻ അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മിറർ വയ്ക്കാൻ ഐലൈനർ വരച്ചത്. പിന്നെ ഐലൈനറൊക്കെ വരച്ചിട്ട് അടുത്ത സാധനം തപ്പാൻ കുറച്ച് സമയം എടുത്തെങ്കിലും നമ്മൾ തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത സാധനം നമ്മുടെ ഐബ്രോ പെൻസിലായിരുന്നു. ഐബ്രോ പെൻസിൽ ഞാൻ ഒരു സൈഡ് പൊക്കി വെച്ചിട്ടാണ് വയ്ക്കുള്ളൂ. ഞാൻ അങ്ങനെയാണ് ശീലം ഗൈസ്. അത് ഏത് കമ്പനിയിലെന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും എനിക്കറിഞ്ഞൂടാ. ഏതൊരു ഐബ്രോ പെൻസിൽ. അതിനുശേഷം ഐബ്രോ പെൻസിലിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതാണ് നമ്മൾ കരിയാണ് നമ്മൾ വരച്ച് വെക്കുന്നത്. അപ്പോൾ കരി ഞാൻ അങ്ങോട്ട് തപ്പിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ജീപ്പിൻ്റെ അടിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് തപ്പി വന്നിട്ടാണ് എനിക്ക് ജീപ്പിൻ്റെ അടിയിൽ നിന്ന് തന്നെ കരി കിട്ടിയത്. അതിനുശേഷം കരി വരച്ചു. കരി എന്നും എൻ്റെ വീക്ക്നെസ്സാണ് കേസ്, മനസ്സിൽ തന്നെയുണ്ട്. അപ്പോൾ കരി വരയ്ക്കാൻ കുറച്ച് സമയം എടുത്തു. എന്നാൽ ഞാൻ പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാൻ ശ്രമിച്ചു. അതിനുശേഷം കരിയെല്ലാം വരച്ചതിന് ശേഷം നമ്മൾ നോർമൽ സാധനം ലിപ്സ്റ്റിക്ക് ഞാൻ കുറച്ച് എടുത്തുള്ളൂ കേട്ടോ. ഞാൻ ഹൈഡ്രാക്കിസാണ് ഉപയോഗിക്കുന്നത്. സ്റ്റുഡിയോ എന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്ക് ബാക്കിലുള്ള പോസ്റ്റേഴ്സ് ഇഷ്ടമായി ഗൈസ്. ഞാൻ ഇന്ന് എത്തിച്ചതേ ഉള്ളൂ. അതിൻ്റെ വ്ളോഗ് എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ എന്തൊരു സാധനം തപ്പിക്കൊണ്ടിരിക്കുക, ഞാനും മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ സാധനം ഡിബാമാണ്. ഡിബാം എന്തെന്ന് വെച്ചാൽ എനിക്ക് ഇതായിട്ട് ചുണ്ട് നല്ല ക്രാക്സ് ഉണ്ട്. അപ്പോൾ ഡിബാമാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാൻ അത്ര ലിപ്സ്റ്റിക് ഇടില്ല, കൂടുതലും ഞാൻ ലിബാമൊക്കെ തന്നെയാണ് ഇടാറ്. ലിബാമൊക്കെ ഇട്ട് കഴിഞ്ഞ് ഏകദേശം ഒരുവിധം കഴിഞ്ഞെന്ന് വിചാരിക്കുമ്പോഴാണ് ഞാൻ പിന്നെ കാര്യം ഓർത്തത് നമ്മുടെ തല ഓതിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തല ഓതാൻ വേണ്ടി നമുക്ക് എണ്ണ എങ്ങനെ തേക്കണം. അപ്പോൾ സ്ട്രിക്സിൻ്റെ ഹെയർ ഓയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ല ഓർത്തുനിന്ന് തലയിൽ പുരട്ടി കൊടുക്കാം. നല്ല എണ്ണയാണ് കേട്ടോ. നമ്മൾ സാധാ കോക്കനട്ട് ഓയിൽസ് പോലെയല്ല, നല്ല സെറ്റ് സാധനമാണ്. നിങ്ങളെല്ലാവരും ഈ സ്ട്രിക്സിൻ്റെ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഞാൻ തേച്ചിട്ട് എൻ്റെ ഹെയർ സ്റ്റൈലിലോട്ട് പോവാണ്. പിന്നെ ലെയർ കട്ടും പിന്നെ ഷോർട്ട് ഹെയറും കൂടെ ആയതുകൊണ്ട് തന്നെ ഞാൻ ബണ്ണ് വെച്ചിട്ട് നമുക്കറിയാവുന്ന പഫ് സ്റ്റൈലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പഫ് സ്റ്റൈൽ ചെയ്തെടുക്കാൻ തന്നെ കുറേ സമയം, അതാണ് ഈ വീഡിയോ കൂടുതലും ലാഗ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പഫ് സ്റ്റൈലൊക്കെ കാണിച്ചു തരാം. ഞാൻ എന്തൊക്കെയോ തപ്പാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. റെക്കോർഡ് ചെയ്യണ സമയത്ത് എനിക്ക് ഇതൊന്നും വെളിയിൽ പോയി നോക്കാൻ പറ്റില്ലല്ലോ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. അതുകൊണ്ടാണ് കുറച്ച് ലാഗും കുറച്ച് ഇത് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത് ഞാൻ വെളിയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു സാധനം തപ്പി എന്താണെന്നല്ല സാധനം. നമ്മുടെ ബണ്ണ് തന്നെ. ബൺസാറ് വീട്ടിലില്ല കേട്ടോ. ബണ്ണും ഇല്ല, ക്ലിപ്പും ഇല്ല. എന്തൊക്കെ തപ്പിപ്പോയാലും ബണ്ണും കാണില്ല, ക്ലിപ്പും കാണില്ല. ഇതിലാവശ്യമുള്ള സമയത്ത് കറക്റ്റ് ഈ സാധനങ്ങളൊക്കെ എവിടെ മുന്നിൽ പോകണം തോന്നും. ആ സമയത്ത് അറിയാൻ തന്നെ കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ തലയിടുന്ന സമയങ്ങളിൽ ഒരു കാര്യം പറയാം. ഞാൻ സ്കേറ്റിംഗ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ട്രാൻസിഷനൊന്നുമില്ല, സ്കേറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ എൻ്റെ സ്കേറ്റിംഗ് ക്ലാസ്സിലെ പേര് പെൻറ്റഗൺ എന്നാണ്. ഞാൻ അതിൻ്റെ ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു ഹെയർ സ്റ്റൈലാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ വേറെ എൻ്റെ കുറേ ബ്ലാക്ക് കളർ ഇത് ബണ്ണുണ്ടെങ്കിലും എൻ്റെ കാണുന്നതായി പിന്നേ വിടുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയണം. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഇതേപോലെ എൻ്റെ രീതിയിൽ ഞാൻ ചെയ്യുന്ന ഓരോ വ്യത്യസ്തമാകുന്ന ഹെയർ സ്റ്റൈൽസാണ് ഞാൻ ഡെയിലി കിട്ടാറ്. അടുത്ത വീഡിയോയിൽ അടുത്ത ഹെയർ സ്റ്റൈൽ ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കാം. അപ്പോൾ അതിനുശേഷം അതൊക്കെ കഴിഞ്ഞതിനുശേഷം നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് ലാസ്റ്റ് ഒരു പഫൊന്ന് നല്ല പൊങ്ങിയിരുന്നുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് താഴ്ത്താണ്. പിന്നെ കുറച്ച് ഇപ്പോൾ കുളിച്ചിറങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് പഫൊക്കെ നേരെ ഇരുന്നോളും. അപ്പോൾ ഈ പിങ്ക് കളർ ബണ്ണാണ് ഞാൻ ഇടുന്നത്. എനിക്ക് എൻ്റെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നമ്മളിവിടെ ഇത്രയേ ഉള്ളൂ എന്നാണ് തോന്നണത്. നീ കുറേ കിടപ്പുണ്ട് കേട്ടോ. 4 മിനിറ്റ് വീഡിയോ ആണെന്ന് തോന്നുന്നു. വീഡിയോ എടുത്തപ്പോൾ എനിക്ക് അങ്ങനെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് 2 സ്റ്റെപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ ബൈ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.